നിങ്ങൾ ഇന്നും പണിക്കോന്ന പ്രജീഷേട്ടാ, ഇനി കല്യാണത്തിനാകെ 10 ദിവസമുള്ളൂ. എന്റെ പൊന്നു ജിത്തു, രാവിലെ തന്നെ പണിക്ക് വന്ന് നോക്കുമ്പോ ഇനി വായാലാക്കല്ല. എന്തെന്നാ പ്രശ്നോ? കല്യാണത്തിന് ഡ്രസ്സ് എടുക്കണ്ട, അതെനിക്ക് തയ്ക്കണമെങ്കിൽ തന്നെ എത്ര ദിവസം എടുക്കുമെന്ന് അറിയാം. അതിന്റെ മെറ്റീരിയൽ എല്ലാം എടുത്ത് ഇതൊക്കെ ഈ മോഡലാ ഞാൻ തയ്ക്കുന്നത്. അതിന് എത്ര പണിയുണ്ട് നിങ്ങൾക്കറിയാം. ഇനി എന്ത് പണ്ടാരങ്ങ് തയ്ച്ചിട്, എനിക്ക് പ്രശ്നമില്ല. അതൊന്നും പറഞ്ഞ എനിക്ക് പറ്റൂല, എനിക്ക് ഡ്രസ്സ് വേണം. ഞാൻ ഈ ഫോണൊന്നും എടുത്തോട്ടെ. ഹലോ, എന്താടാ? എനിക്ക് കയ്യല്ലേ, നിങ്ങളെന്നാ കളിക്കുന്നേ? എന്തെന്നാ ഈ പ്രശ്നം തന്നെ? എല്ലാടെ 2 ദിവസം മുന്നേ അല്ലേ ഞാൻ എന്റെ വന്ന്, ഞാനും അമ്മയും കൂടി വന്നിട്ട് എല്ലാം അവനോട് പറഞ്ഞു കൊടുത്തേ. എന്തോ മനസ്സിലാവുന്നില്ല, ഓന്റെ കുഞ്ഞനാ? ഇപ്പൊ എന്താ പുതിയ പ്രശ്നോ? അവന്റെ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. ഇന്നൊരു കാര്യം ചെയ്യ്, പിന്നെ ഇനി ഞാനും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ. കുറച്ച് ദിവസം ഇവിടെ നിൽക്ക്, ഇതൊന്ന് തിരിയട്ടെ. എന്താ പ്രശ്നം ഒറ്റക്ക് ഉണ്ടാകട്ടാണെന്നല്ലോ. എനിക്ക് പണിയുണ്ട്, വൈകുന്നേരം മണ്ടിയാണ്. ഇനി ഞാൻ പോരി. ശരി. ആരാ വിളിച്ച? ആദരേച്ചിയാ? പിന്നെ പ്രശ്നമാവല്ലോ. അല്ല, നിങ്ങൾ എന്തിനാ തൊട്ടേനും പിടിച്ചാലല്ല അവളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയുന്നത്? നിങ്ങൾ എന്തിനാ അവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നേ? അവര് പ്രശ്നം ഉണ്ടാക്കോ, പ്രശ്നം തീർക്കോ, കുത്തോ ചാവോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് കയറി ഇടപെടുന്നേ? ഇങ്ങോട്ട് വരാനെല്ലാം പറഞ്ഞോണ്ട്. പിന്നെ എന്റെ മംഗള കാര്യത്തിൽ ഞാൻ നിന്നെ ഇടപെടാൻ നിൽക്കുക? നീ ഡ്രസ്സ് എടുക്ക്. ഇനി ആ ചെക്കനെയും കൊണ്ട് സ്വസ്ഥത ഉണ്ടാവില്ലല്ലോ ദൈവമേ. ഓഹ്, തക്കടൂനെ ശല്യപ്പെടുത്താൻ വേണ്ടിട്ട് ഇതുപോലെ പൊട്ടിത്തെറിച്ചൊരു ചെക്കൻ വേറെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഈ ചെക്കനല്ലാണ്ട് സമാധാനം തരില്ലേ ഇനി. പ്രജീഷനാണേലും ഇങ്ങോട്ട് വാ എന്ന് വിളിച്ച് വിളിച്ചു വരുത്തുന്നല്ല. അതിനെ പണിയെടുക്കൂല, സഹായിക്കൂല. ധ്യാനൂസിനാണ് അതിന് തക്കടൂനെ ഇനി നിലത്ത് വെക്കാൻ സമ്മതിക്കൂല. എന്നാ ചെയ്യുവാ? ഇപ്പോൾ എങ്ങനെയെങ്കിലും ഓടിക്കണല്ലോ. 3-4 ദിവസം നിന്നോന്നാ പ്രജീഷേട്ടൻ പറയുന്നത്. അതിന് മുമ്പ് എങ്ങനെയും ഓടിക്കണം, അല്ലെ ഇത് എന്റെ തലയ്ക്ക് തലവേദന. നാശം. ഉണ്ടാവല്ലോ, ഇവിടെ പോവാനാ തക്കടു. ജിത്തേ, തക്കടു എവിടെ പോയി? തക്കടു അതാ ഇപ്പൊ ഉറങ്ങിപ്പോയി. എന്നോട് പ്രജീഷേട്ടൻ പറഞ്ഞിരുന്നു വല്ലാണ്ട് അടിച്ചല്ലേ, ഇതെന്താ നന്നാത്ത കാലം അവിടെ? നന്നാവില്ല ധ്യാനൂട്ടാ, നീ വലുതായിട്ട് വേണം എന്റെ അച്ഛനെ ശരിയാക്കാൻ വേണ്ടിട്ട്. തക്കടു അതാ ഉറങ്ങിപ്പോയില്ലേ? എന്തേലും ചായ കുടിച്ചിരുന്നോ? ഞാൻ പൊറോട്ടയും കറിയുണ്ട്. വേണ്ട, ഞാളിപ്പ വരുമ്പോ ധ്യാൻ ദാഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് ലൈമും പപ്സും കഴിച്ചിക്ക്. ഞാൻ വേഗം ചോറാക്കാം. ഇനിയിപ്പൊ ചോറ് കഴിക്കാം. അമ്മ എവിടെ പോയി? അമ്മ തൊഴിലുറപ്പിന് പോയി. ഇപ്പൊ ചോറ് തിന്നാൻ വേണ്ടി വരും. ഞാൻ ചോറുണ്ടാക്കട്ടെ. ഇപ്പൊ ഞാൻ ചോറും കറിയും ഉണ്ടാക്കാം. വീട്ടിൽ കിടന്ന് വഴക്കം ഉണ്ടാക്കിയിട്ട് ആളിവിടെ വന്ന് നിന്നിട്ട് എന്റെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നവർക്ക് നല്ലടാ ഞാൻ ഉരുട്ടി കൊടുക്കാറുണ്ട്. ആദ്യം വീട്ടിൽ പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ നാവ് അടക്കി വെക്കണം. അല്ലാണ്ട് നാവ് ഇത്രയും നീളത്തിലിട്ട് ഇളക്കിയിട്ട് കുടുംബം മൊത്തം പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവള് പിന്നെ എന്റെയും കൂടി ജീവിതം തകർക്കാൻ വരുന്നു. അവർക്ക് ഞാനിപ്പൊ കൊടുക്കാം, നല്ലോണം ചോറും കറിയും കൊടുക്കാം. ഈ കാല് കാട്ടി. അമ്മമ്മന്റെ പൊന്നപ്പട വന്നേ. മോൻ അച്ഛൻ കൊണ്ടായി തന്നാ? അല്ല. മോൻ ആരോടെയാ വന്ന? മോന്റെ അമ്മ ഉണ്ടാ? അമ്മയും മോനും വന്നതാ? എപ്പാ വന്നേ? ഇപ്പം വന്നതാ? ആയ്, ഇഞ്ഞപ്പാളെ വന്നേ. ഇഞ്ഞ എന്താ ഒന്നും വിളിക്കാൻ പറയുകയും ചെയ്യാണ്ട് വന്നേ? നിങ്ങളോട് പ്രജീഷാടനൊന്നും പറഞ്ഞില്ല? ഓനൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി ഓറ് പിന്നെ ഞാനും ഓറും തമ്മിൽ അടിയായി. പിന്നെ തുടങ്ങിയാ? ഇന്നലത്തെ പ്രശ്നം എന്തിനു? എന്തോ ഓരോ 200 റുപ്യന്റെ മീനും കൊണ്ട് വന്നിന്. എന്നിട്ട് അത് കരിഞ്ഞു പോയി എന്നും പറഞ്ഞിട്ട്. നിങ്ങൾക്ക് പറഞ്ഞോട് ഓരോ കാര്യം എന്തെങ്കിലും ഒരു കാരണം പോലെ അടി ഉണ്ടാക്കേ. ഇവനെ എന്തിനാ പഠിച്ചോനെ ചെയ്യണ്ടേ? ഇവനെ എന്തിനാ ഞാൻ മാണ്ടേ? പ്രജീഷാടൻ പറഞ്ഞ എന്തായാലും ഇങ്ങ് പോരി, ഇനി കുറച്ച് ദിവസം ഇവിടെ നിൽക്ക്, എന്നിട്ട് നോക്കിയിട്ട് ചെയ്യാന്ന്. ഇപ്പൊ വന്നിട്ട് വിളിക്കുമ്പോ അങ്ങ് പോവൂലേ? എന്തായാലും കുറച്ച് ദിവസം ഇവിടെ നിൽക്കുന്ന പറയുന്നത്. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്ത് ഓൻ പറയാൻ പോലെ കേട്ടനെ. ഞാൻ തൊഴിലുറപ്പും കഴിഞ്ഞ് ചോറൊന്നും വന്നതാ. എനിക്കിപ്പോ 2 മണിക്ക് ഫോട്ടോ ഉണ്ട്. ഞാൻ ചോറ് പോയി വരും. ചോറ് കഴിക്കും. നീ ചോറ് തിന്നാ? ഇല്ല, ഞാൻ ജിത്തയില്ലേ, അവളോട് കഴിക്കും. എന്നാ ഞാൻ അങ്ങനെ ചെയ്ത. അമ്മയും മോനും കൂടി അവളെ ഇവിടെ നിർത്തേണ്ട പരിപാടി. ഇപ്പം നിർത്താം. അവളെ ഓടിക്കണ്ടേ? എന്തേലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ.